മേക്ക് യുവർ ലിവിംഗ് റൂം എക്സ്ട്രാ സ്പെഷ്യൽ. ഏതുതരം ബഡ്ജറ്റിലുള്ള സ്വീകരണ മുറിയും ആകർഷകമാക്കാൻ എന്തൊക്കെ പൊടികകൾ ചെയ്യാമെന്ന് നോക്കാം. മനോഹരമായ ലിവിംഗ് റൂമിന് അത്യാവശ്യമായ ഘടകം ഒരു പ്രൗഢമായ സോഫ തന്നെയാണ്. പുതിയ സ്വീകരണ മുറിക്ക് പഴയ സോഫ ചേരണമെന്നില്ല. ലിവിംഗ് റൂം അലങ്കരിക്കാൻ പല ടെക്സ്ചറിലുള്ള മെറ്റീരിയലുകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അവ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഗ്ലാസ്, കോട്ടൺ, വൂൾ, ലെതർ തുടങ്ങിയ പലതരത്തിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് ലിവിംഗ് റൂമിന്റെ ഭംഗി കൂട്ടാൻ കഴിയും. കുറഞ്ഞ ബഡ്ജറ്റിലാണ് സ്വീകരണ മുറി ഒരുക്കുന്നതെങ്കിൽ പല നിറത്തിലും തരത്തിലുമുള്ള കുഷനുകൾ ഉപയോഗിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വീകരണ മുറി അലങ്കരിക്കുന്നതിനോടൊപ്പം തന്നെ അവിടെ നടക്കാനുള്ള സ്ഥലമുണ്ടെന്നും കൂടെ ഉറപ്പുവരുത്തേണ്ടതാണ്. ലിവിംഗ് റൂമിൽ ഒരു ഫോക്കൽ പോയിന്റ് ഒരുക്കാം. അതായത് മുറിയിലേക്ക് ആളുകൾ കടക്കുമ്പോൾ തന്നെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ശ്രദ്ധാകേന്ദ്രം. അവിടെ വലിയ പെയിന്റിങ്ങുകളോ വലിയ ക്ലോക്കോ വലിയ മിററോ ഇതുപോലുള്ള മെറ്റൽ ആർട്ടുകളോ നമുക്ക് നൽകാം. ധാരാളം വെളിച്ചവും ശുദ്ധവായുവും മുറിയിലേക്ക് എത്തുന്നുവെന്ന് ഉറപ്പുവരുത്തുക. മുറി പ്രകാശമാനവും പ്രസന്നവുമായിരിക്കാൻ ഇത് രണ്ടും സഹായിക്കും. വലിയ ജനാലകൾ, ഫ്രഞ്ച് വിൻഡോകൾ, സ്ലൈഡിംഗ് ഡോറുകൾ ഇവയൊക്കെ നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. ചെറിയ മുറികൾ ജോറാക്കാൻ പ്രസന്നമായ നിറങ്ങൾ ചുവരിൽ ഉപയോഗിക്കാം. ഭിത്തി ആകർഷകമാക്കാൻ പലതരത്തിലുള്ള വാൾപേപ്പറുകളും ഉപയോഗിക്കാം. ഇൻഡോർ ചെടികൾ ധാരാളമായി നൽകുന്നത് ലിവിംഗ് റൂമിനെ കൂടുതൽ ഊർജ്ജസ്വലമാക്കും. ഇതിനായി ഒരു കോർണർ ഒഴിവാക്കപ്പെടുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. സോഫയോടൊപ്പം പല നിറത്തിലും വലുപ്പത്തിലുമുള്ള 1-2 ആക്സൻ ചെയറുകൾ കൂടി ഒരുക്കുന്നത് ലിവിംഗ് റൂമിന്റെ ആകർഷണീയത ഒന്നുകൂടി കൂട്ടും. ലിവിംഗ് റൂമിൽ പ്രൗഢമായ കർട്ടനുകൾ ഉപയോഗിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. സ്വകാര്യതയ്ക്കാണോ പ്രകാശം മറയ്ക്കാനാണോ ആവശ്യമെന്തെന്ന് നോക്കി വേണം കർട്ടന്റെ മെറ്റീരിയലുകൾ തിരഞ്ഞെടുക്കാൻ. ഫ്ലോറിങ്ങിനായി തടിയോ നാച്ചുറൽ സ്റ്റോണുകളോ ഉപയോഗിക്കുന്നത് മുറിയെ കൂടുതൽ ഊർജ്ജസ്വലമാക്കി നിർത്തും.